ഹായ്. അപ്പോൾ എന്തെല്ലാം ഉണ്ട്? ഞങ്ങൾ വീണ്ടും ഇതാ ഒരു വ്ളോഗൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ആയിട്ട് ഒന്നും ചെയ്യാറില്ല. ഇടയ്ക്കൊക്കെ കുക്കിംഗ് വീഡിയോ ഇടാറുണ്ടായിരുന്നു. പക്ഷേ ഐഫ് വന്നതിന് ശേഷം ഇപ്പോൾ അതിനും ടൈം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഞങ്ങൾക്ക് മോൻ്റെ അഡ്മിഷന് പോകേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ ഫോട്ടോ എടുക്കലും അതുപോലെ സ്കൂളിൽ പോയിട്ട് ന്യൂ അഡ്മിഷൻ എടുക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു വ്ളോഗിൽ കേട്ടോ. അപ്പോൾ ഇതാ ഹാദി അമ്മയും കൂടെ സ്കൂളിലേക്കുള്ള ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കാക്കൂൻ്റെ കൂടെ പോകാൻ നിൽക്കുക കേട്ടോ. ഇത് ഇക്കാൻ്റെ കാക്കൂൻ്റെ മോനാണ്. അപ്പോൾ അവൻ്റെ കൂടെയാണ് കേട്ടോ അവർ ഫോട്ടോ എടുക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്, ഹാദിനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതാ അവർ ഇറങ്ങാറായി. അമ്മ ഇതാ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അവൾ ഒരു പുതിയ സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാ രണ്ടുപേരും അവൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് പോവാണ്. ഇക്കയും ഞാനും പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവർ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നതിന് ശേഷം സ്കൂളിലേക്ക് പോകാൻ എഴുതിയിട്ടാണ്. ഞങ്ങൾക്ക് ഒരുപാട് ലേറ്റായിട്ടാണ് കേട്ടോ TC സ്കൂളിൽ നിന്ന് കിട്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് അഡ്മിഷൻ എടുക്കാൻ. അപ്പോൾ എന്തായാലും അവർ ഫോട്ടോ ഒക്കെ എടുത്ത് വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റെഡി ആയിരിക്കണം. എന്നിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ. ഇന്ന് എന്തായാലും ഒരാളെ മാത്രമേ ചേർക്കാൻ കഴിയുള്ളൂ. രണ്ടാളും വേറെ വേറെ സ്കൂളിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് ഏതെങ്കിലും ഒരു സ്കൂളിലേക്ക് അഡ്മിഷന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവരെ വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. എന്താ വെച്ചാൽ മോളെയും കൊണ്ട് എന്തായാലും ഫോട്ടോ എടുക്കാനോ അതേപോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാനൊന്നും കഴിയൂല. അപ്പോൾ പിന്നെ ഇവരങ്ങനെ വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതാ അവർ പോയിട്ടോ. അപ്പോൾ ഇനി ഞാൻ വേഗം ഐഫോനുള്ള ഫുഡ് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ 6 മാസം ആയതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് സോളിഡ് ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കായപ്പൊടിയാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു നേരം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ കുറുക്കിയെടുത്തിട്ടാണ് കേട്ടോ കൊടുക്കാറ്. പിന്നെ ഞാൻ വേഗം മീൻ ഫ്രൈ ആക്കാനുള്ളതും അതുപോലെ തന്നെ കറിയും ഉപ്പേരിയൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ വേഗം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോവാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കറി വെച്ചിട്ടുള്ളത് മുരിങ്ങക്കായും അതുപോലെ തന്നെ പരിപ്പും വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കാൻ നിൽക്കുകയാണ്. ഞാനും ഇക്കായും ആദ്യം ഫുഡ് കഴിച്ചു. പിന്നെ മക്കൾ വന്നതിന് ശേഷം അവർക്ക് ഫുഡ് കൊടുത്തിട്ട് പിന്നെ ഞങ്ങളങ്ങനെ പോവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് മക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഹമ്നും ഹാദിയും ഫുഡ് കഴിക്കാനിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ പിന്നെ വേഗം പോവാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ സ്കൂളിലെത്തിയിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല തിരക്ക് കാരണം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഹാദിനെ അഡ്മിഷൻ എടുത്ത് ഞങ്ങൾ തിരിച്ച് പോരുന്ന വഴിയാണ് കേട്ടോ ഇത്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് ഹമ്നു ഓരോന്ന് ഐഫോനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് സാധനങ്ങൾ മേടിക്കാൻ കയറിയപ്പോൾ ഹമ്നു അവൾ ഒരു നോട്ട്ബുക്കും പേനയൊക്കെ മേടിച്ചിട്ടുണ്ട് അവിടുന്ന്.
ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ അവൾ അഡ്മിഷൻ എടുക്കാത്ത കാരണം ബുക്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ എല്ലാ ദിവസവും ചോദിക്കും എന്നാ ബുക്ക് വാങ്ങുന്നതെന്ന്. അപ്പോൾ പിന്നെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ശരിയായിട്ട് വേണമല്ലോ എടുക്കാൻ. അപ്പോൾ അവൾ ജസ്റ്റ് ഒരു നോട്ട്ബുക്കും പേനയും അവൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തുറന്ന് നോക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഇതാ അമ്മു പിന്നെ വാങ്ങിച്ച പേനയും ബുക്കൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഒരു സ്പെഷ്യൽ പേനയാണ്. അവളിതാ ഇങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ, ഇതെങ്ങനെയാണ് എന്നൊക്കെ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ദിവസം ഫുള്ള് ഈ ഒരു പേനയും കൊണ്ടായിരിക്കും കേട്ടോ കളി. അപ്പോൾ ഇതാ അവളുടെ ഫ്രണ്ടും കളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ കുറച്ച് നേരം ടേബിളൊക്കെ കണ്ട് അവർ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതാ ഇവർ ആ പേനയും ബുക്കൊക്കെ വെച്ചിട്ട് ഇവിടെ ഡ്രോയിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മഴ ചെറുതായിട്ട് ഇപ്പോഴും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴ പെയ്യുമ്പോൾ ഇവിടെ വീടിനുള്ളിൽ നല്ല രസമാണ് കേട്ടോ, നല്ല തണുപ്പും അതുപോലെ തന്നെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതാ അവർ ഊഞ്ഞാലിരുന്ന് ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതായിക്ക് ഇവിടെ എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ട്. ഇക്കാൻ്റെ ഫ്രണ്ടും കൂടെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അമ്മിതാ വരുന്നുണ്ട് കേട്ടോ. അവർ ചെയ്ത വരച്ചതൊക്കെ കാണിച്ചു തരാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ അവർ പറഞ്ഞു നമുക്ക് യോഗ ചെയ്യാമെന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും കൂടെ എനിക്ക് കാണിച്ചു തരാണ് കേട്ടോ. സ്കൂളിൽ പഠിച്ചതും ഹംനുവിനെ അറിയില്ല. ഹംനു ഇനിതാ ഷിലുവിൻ്റെ സ്കൂളിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ അവൾ അവിടുന്ന് പഠിച്ചതൊക്കെ ഹംനുവിന് പഠിപ്പിച്ച് കൊടുക്കണം കേട്ടോ, എങ്ങനെയൊക്കെയാണ് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ ഹംനു അതുപോലെ ചെയ്യാൻ നോക്കുന്നുണ്ട്.